ഇന്ന് കിറ്റി ഒരു വർക്ക്ഷോപ്പിലെത്തിയിരിക്കുന്നു. അവിടെ അവർ വിവിധ TIകളുമായും NGOകളുമായും ബന്ധപ്പെട്ട ആളുകളോട് HIV/AIDS ആക്ട് 2017 കുറിച്ച് പറയുന്നു. വരൂ നോക്കാം തുടർന്ന് എന്ത് സംഭവിക്കുന്നുവെന്ന്. ചങ്ങാതി, ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അജണ്ട എന്താണ്, ഒന്ന് പറയാവോ? ബണ്ടി, നിങ്ങൾക്കറിയാമല്ലോ സർക്കാർ HIV/AIDSുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് പാസാക്കിയിട്ടുണ്ടെന്ന്. ഈ വർക്ക്ഷോപ്പ് നമ്മൾ ആ ആക്ട് കൂടുതൽ നന്നായി അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നടത്തുന്നത്. അതെ, പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാനായി ഇന്ന് നമ്മോടൊപ്പമുണ്ട് നമ്മുടെ സ്വന്തം കിറ്റി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം കിറ്റി ചേച്ചി. ശരി കിറ്റി, ഇപ്പോൾ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു തവണ നന്നായി വിശദീകരിക്കൂ, എന്താണ് ഈ ആക്ട് എന്ന്. സഹോദര, ഈ ആക്ടിന്റെ പേരാണ് HIV/AIDS ആക്ട് 2017. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും പ്രത്യേകിച്ച് HIV ഉള്ളവരുടെയും നന്മയ്ക്കായി വളരെയധികം വ്യവസ്ഥകളുണ്ട് ഈ ആക്ടിൽ. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നോക്കൂ, ഏറ്റവും ആദ്യത്തെ കാര്യം എന്തെന്നാൽ ഏതൊരു NGOയും TIയും സർക്കാരിന്റെ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന് കീഴിൽ HIV സംക്രമണം തടയുവാനായി പലതരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ നിയമത്തിന്റെ വ്യവസ്ഥകളിൻ കീഴിൽ അവരുടെ ജോലികളിൽ പ്രതിബന്ധം സൃഷ്ടിക്കാനാവില്ല. പക്ഷേ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കിറ്റി ചേച്ചി? അതായത് നിങ്ങൾ നിങ്ങളുടെ TIയിൽ ആളുകൾക്ക് കോണ്ടത്തിന്റെ പാക്കറ്റ്, ലൂബ്രിക്കന്റ് മുതലായവ നൽകുന്നു, അല്ലെങ്കിൽ സേഫ് സെക്സിനെ കുറിച്ച് വിശദീകരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ ഇങ്ങനെ ചെയ്യുന്നത് തീർത്തും നിയമവിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കുന്നു. ചേച്ചി, ഞങ്ങളുടെ TIയിൽ നീഡിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ക്ലയന്റിനെ മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഞങ്ങളുടെ സൈഡിലേക്ക് ധാരാളം ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരാറേയില്ല, അതായത് പിടിക്കപ്പെട്ടാൽ ബുദ്ധിമുട്ടാവുമെന്ന്. എന്താ ഈ നിയമത്തിൽ ഇതിനു വേണ്ടിയും എന്തെങ്കിലും വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ശേഖർ, നീഡിൽ അല്ലെങ്കിൽ OST പ്രോഗ്രാമും ഏത് TIയിലാണോ നടക്കുന്നത് അതും നിയമപരമായി സുരക്ഷിതമാണ്. അതായത് കമ്മ്യൂണിറ്റിയിലെ ആളുകളോട് HIV-യെക്കുറിച്ച് പറയുക, പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കിക്കുന്നതിന് ആർക്ക് നിങ്ങളെ ശല്യം ചെയ്യാനാവില്ല. ഓ, ഇത് ചേച്ചി നല്ല ഉപകാരമുള്ള കാര്യമാണ് പറഞ്ഞത്. അതെ കിറ്റി, താങ്ക് യു. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇന്നറിഞ്ഞു. പിന്നെ ഞങ്ങളും പരമാവധി ശ്രമിക്കും കഴിയുന്നിടത്തോളം കമ്മ്യൂണിറ്റിയിൽ ആളുകളോട് ഇതേക്കുറിച്ച് കൂടുതൽ പറയുവാൻ. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.